നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മളെല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ. നമ്മൾ ചില മനുഷ്യരെയൊക്കെ കാണാറില്ലേ, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്ന കുറച്ച് വ്യക്തികൾ. അപ്പം നമ്മളുടെ പരിചയത്തിലുള്ള ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും, ഇവർക്കൊന്നും ഒരു പ്രശ്നവും ജീവിതത്തിൽ ഇല്ലല്ലോ, അവരെപ്പോഴും ഹാപ്പിയാണ്, എപ്പോഴും സന്തോഷത്തോടെ സംസാരിക്കുന്നു, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുന്നു, എന്താണ് ഇതിൻ്റെ ഒരു മാജിക്? അല്ലെങ്കിൽ ഇവർക്കൊന്നും ഒരു പ്രശ്നവും ജീവിതത്തിലില്ല, നമ്മളാണിങ്ങനെ പ്രശ്നങ്ങൾ കൊണ്ട് വലയുന്നവർ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അല്ലേ, പല വ്യക്തികളെയും കാണുമ്പോൾ. പക്ഷേ അവർക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൽ എൻ്റെ സുഹൃത്തുക്കളെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ഒരു മനുഷ്യരുമില്ല. നമ്മൾ സമ്പത്തിന് വേണ്ടിയാണ് ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അവർക്ക് വേറെ രീതിയിൽ, സമ്പത്തുള്ളവർക്കാണെങ്കിൽ അവർക്ക് മറ്റൊരു രീതിയിൽ ചിലപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാണാം. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാരാരും തന്നെ ഇല്ല എന്നതാണ് കേട്ടോ സത്യം. ചിലപ്പോൾ നമുക്ക് ചെറുതാണെങ്കിലും ഒരു കയറി കിടക്കാൻ വീടുണ്ടാകാം, അതുപോലും ഇല്ലാത്ത എത്രയോ വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ അവർക്ക് ആ ഒരു വിഷമം അവർ അനുഭവിക്കുന്നില്ലേ. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിൽ സമാധാനം കാണും, പണമില്ലെങ്കിലും സമാധാനം കാണും. പക്ഷേ പണം ഉണ്ടായിട്ടും കോടീശ്വരന്മാരായിട്ടും സമാധാനമില്ലാത്ത, അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് വ്യക്തികളെ എനിക്ക് പേഴ്സണലായിട്ട് തന്നെ അറിയാം കേട്ടോ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആർക്കും പ്രശ്നമില്ല എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് കേട്ടോ. അതൊക്കെ പോട്ടെ, ഇന്നത്തെ വീഡിയോ കാണാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് ഇപ്പം തന്നെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. വളരെ പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് ഇരിക്കാനും ചിന്തിക്കാനും വളരെ സന്തോഷത്തോടു കൂടി ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും അതിനെ കൈകാര്യം ചെയ്യാനും വളരെ ഹാപ്പി ആയിട്ട് കൂടുതൽ സമയം ഇരിക്കാനും നമുക്ക് പറ്റും കേട്ടോ. അപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, മറ്റുള്ളവരുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മളെ തന്നെ മറ്റുള്ളവരുടെ, അല്ലെങ്കിൽ നമ്മൾക്ക് അറിയാവുന്ന സുഹൃത്തുക്കളാകാം, അല്ലെങ്കിൽ നമ്മളുടെ പരിചയത്തിലുള്ളവരാകാം, ഇവരൊക്കെ ആയിട്ട് നമ്മളെ തന്നെ കമ്പയർ ചെയ്യാതിരിക്കുക, താരതമ്യം ചെയ്യാതിരിക്കുക. അതായത് നമ്മളുടെ സമാധാനം കളയാനും സന്തോഷം കളയാനും ഒക്കെ ഇതൊരു കാരണമാകാം കേട്ടോ. അപ്പോൾ നമ്മളെക്കാൾ കഴിവ് കൂടുതലായിട്ട് നമുക്ക് മറ്റുള്ളവരിൽ തോന്നിയേക്കാം, അല്ലെങ്കിൽ അവർക്ക് നമ്മൾക്കില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ അവർക്കുള്ളതായിട്ട് തോന്നിയേക്കാം. അപ്പം അതിൽ അസൂയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മളെ കമ്പയർ ചെയ്യുകയോ ചെയ്യാതിരിക്കുക. അതിൽ തന്നെ ഓരോ വ്യക്തികളും യുണീക്കാണ് എന്നുള്ള ഒരു കാര്യം, ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതെപ്പോഴും നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് അതുണ്ടല്ലോ, അവരങ്ങനെ ജീവിക്കുന്നല്ലോ, എനിക്കതില്ലല്ലോ, അല്ലെങ്കിൽ എന്നെക്കാളും കഴിവ് അവർക്ക് കൂടുതലുണ്ടല്ലോ, കഴിവ് കുറഞ്ഞവരാണ്, ഇങ്ങനെ ആരെയും നമ്മളെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക കേട്ടോ. നമ്മളോട് തന്നെ ഒരു മതിപ്പും, അല്ലെങ്കിൽ നമ്മൾ യുണീക്കാണ് എന്നുള്ളൊരു സത്യം മനസ്സിലാക്കുമ്പോൾ നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനവും സന്തോഷവും ഒക്കെ തോന്നും. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണേ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇല്ലാത്തതിനെ പറ്റി കൂടുതൽ ചിന്തിക്കുന്നതുകൊണ്ട് നമ്മളുടെ സമാധാനവും സന്തോഷവും ഒക്കെ പോകാൻ വേണ്ടി കാരണമാകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടല്ലേ, നമുക്ക് മക്കളുണ്ട്, നല്ലൊരു ജീവിതമുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് കയറി കിടക്കാൻ ചെറുതാണെങ്കിൽ ഒരു വീടുണ്ട്, അങ്ങനെ ഓരോ വ്യക്തികൾക്കും ഓരോരോ സാഹചര്യങ്ങളാണ്. അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ നമ്മൾ കൂടുതലും തിന്മയെ അല്ലെങ്കിൽ നമുക്കില്ലാത്തതിനെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് നിരാശയും സങ്കടവും ഒക്കെ കൂടുതലും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഇല്ലായ്മയിലും നിങ്ങൾക്കുള്ള, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങൾക്കുള്ള എന്തെല്ലാം ഒരു 3 കാര്യങ്ങൾ എല്ലാ ദിവസവും ഡെയിലി നിങ്ങൾ ചിന്തിക്കുക. എല്ലാ ദിവസവും 3 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കുള്ളതിന് നിങ്ങൾ നന്ദി പറയുക, യൂണിവേഴ്സിനോട് നന്ദി പറയുക. അപ്പം നമ്മളിങ്ങനെ നന്ദി പറയുന്നത് അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കുന്നത് കൊണ്ട് കൂടുതൽ നന്മകൾ, കൂടുതൽ കാര്യങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാനും നമ്മളിലേക്ക് വരാനും കാരണമാകും. അതുകൊണ്ട് ഈ ഒരു ശീലം കൂടെ നിങ്ങൾ വളർത്തിയെടുക്കുക. നമുക്കില്ലാത്തതിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് കാണാൻ പറ്റാത്തത്. അപ്പം ഉള്ളതിനെ നമ്മൾ ചിന്തിക്കുകയും, എനിക്കുണ്ടല്ലോ, എനിക്ക് ഇന്ന കാര്യം ഉണ്ടല്ലോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നതിന് പ്രപഞ്ചശക്തിക്ക് നന്ദി, എൻ്റെ ദൈവത്തിന് നന്ദി എന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പം, ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ കൂടുതൽ നന്മകൾ അല്ലെങ്കിൽ കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളിലേക്ക് വരാൻ വേണ്ടി കാരണമാകും. അപ്പം കൂടുതൽ പോസിറ്റീവ് കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ പോസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷം തോന്നാനായിട്ട് കാരണമാകും കേട്ടോ. മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വ്യായാമമോ അല്ലെങ്കിൽ ശരിയായ ഉറക്കമോ ആരോഗ്യത്തെ ഒന്നും ശ്രദ്ധിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം കേട്ടോ. ശരിയായ 8 മണിക്കൂർ അല്ലെങ്കിൽ മാക്സിമം 6 to 8 മണിക്കൂർ നിങ്ങൾ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുക, ചെറിയ രീതിയിൽ വ്യായാമം ചെയ്ത് തുടങ്ങുക. ഞാൻ മുൻപൊക്കെ ഞാൻ ഒട്ടും ശരീരത്തിൽ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ വ്യായാമം ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയായിരുന്നു. അപ്പം ഞാൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയപ്പം എനിക്ക് തോന്നി എൻ്റെ ആരോഗ്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കണം എന്നൊക്കെ എനിക്ക് തോന്നിയപ്പം ഞാൻ ചെറിയ രീതിയിൽ ആദ്യം പ്രാക്ടീസ് ചെയ്തു തുടങ്ങി. വീട്ടിൽ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പം എക്സസൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും ഒന്ന് നടക്കാനും
ഒക്കെ തുടങ്ങിയപ്പം നമുക്ക് നമ്മുടെ മനസ്സിന് ഭയങ്കരമായ ഒരു ചേഞ്ചാണ് കേട്ടോ ഉണ്ടാകുന്നത്. സ്നേഹിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം ശരിയായ രീതിയിൽ വെള്ളം കുടിക്കുക, എക്സസൈസ് ചെയ്യുക, ചെറിയ രീതിയിൽ തുടങ്ങുക. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കൂടുതൽ സമയം പിന്നീട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നിങ്ങളൊരു ഒട്ടും വ്യായാമം ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഉള്ള സമയത്തിനിടയ്ക്ക് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു തുടങ്ങുക. പിന്നെ ഒരു അരമണിക്കൂർ, മാക്സിമം അരമണിക്കൂർ വരെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഒരു ദിവസത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക. ഇതൊക്കെ നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്ന ആരോഗ്യം അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ കൂടി കൂടുതൽ സ്വാധീനിക്കാൻ കഴിവുള്ളതാണ് കേട്ടോ. അപ്പം നമ്മളുടെ മനസ്സിന് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു സന്തോഷം തോന്നാൻ തുടങ്ങും. നമ്മൾ എക്സസൈസ് ഒക്കെ ചെയ്യുമ്പം നമ്മളെ തന്നെ സ്നേഹിക്കാൻ നമ്മളുടെ ഉള്ളിനുള്ളിൽ ഉണ്ടാക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ. നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ. അപ്പം എല്ലാവരും വ്യായാമം ചെയ്യാനും ശരിയായ ഉറക്കം, ശരിയായ രീതിയിൽ നല്ല ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കുക. നല്ലപോലെ അത്യാവശ്യം ആവശ്യത്തിനനുസരിച്ച് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഹെൽത്തിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. അതുകൊണ്ട് ആരോഗ്യത്തിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. അപ്പം ഇന്ന് വരെ നിങ്ങൾ ഇതൊന്നും ചിന്തിച്ചിട്ടില്ല അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പല ടെൻഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ അതേ ഫോക്കസ് ചെയ്ത് നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും പ്രാധാന്യമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മുതൽ എല്ലാവരും ശ്രദ്ധിക്കണേ. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളെ പറ്റി നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ പൂർവ്വം അവോയ്ഡ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ, നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ, അതുപോലെ തന്നെ മുൻപോട്ടുള്ള അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ആലോചിച്ച് വേവലാതിപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ആ ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമാണ്, ഇപ്പോഴത്തെ ജീവിതത്തിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമുക്ക് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് അന്വേഷിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി മാത്രം നമ്മൾ ചിന്തിക്കുക. നമ്മൾക്ക് പല ആഗ്രഹങ്ങളുണ്ടാവാം, അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളുടെ ജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങളെപ്പറ്റി മാത്രം ചിന്തിക്കുക. നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുള്ള, നിങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള വ്യക്തികളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി അവരുടെ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനോ ഒന്നും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മുമ്പിലുണ്ട്, നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. അതൊക്കെ നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക, പ്രവർത്തിക്കുക, ചിന്തിക്കുക കേട്ടോ. അപ്പം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പാടേ അങ്ങ് ഒഴിവാക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എന്തൊക്കെ വേണം എന്നതിനെപ്പറ്റി ചിന്തിക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, സമയം അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം തരുന്ന വ്യക്തികൾക്ക് വേണ്ടി കുറച്ച് സമയം നമ്മൾ എല്ലാ ദിവസവും നമ്മൾ കണ്ടെത്തണം കേട്ടോ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികളുണ്ടാകാം, സുഹൃത്തുക്കളുണ്ടാകാം, നിങ്ങളുടെ വീട്ടിലുള്ളവരുണ്ടാകാം. പലപ്പോഴും നമ്മളുടെ വീട്ടിലുള്ള ആളുകളോട് പോലും നമ്മൾ സംസാരിക്കാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ടല്ലേ. സോഷ്യൽ മീഡിയയുടെ ഉപയോഗമൊക്കെ കാരണം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള വ്യക്തികളോട് പോലും, നമ്മുടെ ഹസ്ബൻഡിനോടോ അല്ലെങ്കിൽ മക്കളോടോ ഒക്കെ പോലും നമുക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത, അതിന് സമയം കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പം നല്ല ബന്ധങ്ങളും നല്ല സുഹൃത്ത് ബന്ധങ്ങളും ഒക്കെ നമ്മളുടെ റിലേഷൻഷിപ്പൊക്കെ നമ്മളുടെ ജീവിതത്തിലെ നമ്മുടെ ഭർത്താവ്, നമ്മുടെ മക്കൾ, ഇതൊക്കെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്, നമ്മുടെ മാതാപിതാക്കൾ. അപ്പോൾ ഇവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക. ഇതൊക്കെ നമ്മളുടെ മാനസികമായ സന്തോഷത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നല്ല സുഹൃത്തുക്കളൊക്കെ നമുക്ക് എന്നൊരു മുതൽക്കൂട്ടാണല്ലേ. നമുക്ക് എന്തൊരു പ്രശ്നം വന്നാലും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു സാഹചര്യം വന്നാലും നമുക്ക് തുറന്നു പറയാൻ ആളുകൾ ഉണ്ടാകുക എന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണല്ലേ. നമുക്ക് യൂണിവേഴ്സ് തന്ന ഏറ്റവും വലിയ നന്മയാണല്ലേ. അപ്പം നമ്മൾ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്തണം കേട്ടോ. നമ്മളുടെ കൂടെയുള്ളവരൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ലാവരെയും പരമാവധി ഹാപ്പി ആക്കാനും നല്ല കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും നമ്മൾ എപ്പോഴും നമ്മളുടെ കുട്ടികളെയൊക്കെ സ്നേഹിക്കാനും, സ്നേഹം കൊടുത്താൽ മാത്രമേ നമുക്ക് സ്നേഹം കിട്ടുകയുള്ളൂ അല്ലേ. അപ്പം നമ്മുടെ ഭർത്താവിനെയും നമ്മൾ വേണ്ടപ്പെട്ടവരെയും മക്കളെയും ഒക്കെ നമ്മൾ സ്നേഹിക്കാൻ വേണ്ടിയും സംസാരിക്കാൻ വേണ്ടിയും ഒക്കെ നമ്മൾ സമയം കണ്ടെത്തണം. എല്ലാ ദിവസവും ഇങ്ങനെ സമയം കണ്ടെത്തുമ്പോൾ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് സന്തോഷം ഉണ്ടാകും കേട്ടോ. പറ്റുമ്പോഴൊക്കെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. ഇത് നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ട് ജീവിക്കാനും അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടിരിക്കാനും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാനും നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് 6ാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. 6ാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ ഹോബീസ് എന്താണോ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. ചിലപ്പോൾ അത് വായനയാകാം, അല്ലെങ്കിൽ ഡ്രോയിങ് ആകാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു സിനിമ കാണുന്നതാകാം ഇഷ്ടം,
ചിലപ്പോൾ നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുന്നതായിരിക്കും സന്തോഷം തോന്നുന്നത്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ആഹാരം കഴിക്കുന്നതായിരിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതിനുവേണ്ടി കുറച്ച് സമയം കണ്ടെത്തുക. കുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുക. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ഈ സ്ട്രെസ്സും അല്ലെങ്കിൽ ടെൻഷനും ഇല്ലായ്മയെ പറ്റി ആലോചിച്ചൊക്കെ ഇങ്ങനെ നടക്കാതെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എന്തായാലും നമ്മൾ കുറച്ച് സമയം, ഈ 24 മണിക്കൂറിൽ കുറച്ച് സമയം നമ്മൾ മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഒന്ന് പോസിറ്റീവ് ആക്കാൻ, നമുക്ക് സന്തോഷത്തോടു കൂടി ഇരിക്കാനൊക്കെ സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ ഏറ്റവും അവസാനത്തെ 7ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് തുടച്ചു മാറ്റുക എന്നുള്ളതാണ് കേട്ടോ. അവരുടെ സാമീപ്യമോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവർ പിന്നെയും സ്നേഹം നടിച്ച് നിങ്ങളെ ഉപദ്രവിക്കാനായിട്ട് വരുമ്പം, അങ്ങനെ പലരുടെയും ഒരു തന്ത്രമാണ് സ്നേഹം നടിച്ച് ആദ്യം, പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്താലും സ്നേഹം നടിച്ച് നമ്മളുടെ അടുത്ത് എത്തിപ്പെടുക, ശേഷം പിന്നെയും പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ നമ്മളുടെ സന്തോഷം തകർക്കാനായിട്ട്, അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മളുടെ സന്തോഷം തകർക്കുക എന്നുള്ളതായിരിക്കും അല്ലേ. അപ്പം ഒരിക്കലും അവർക്ക് ഒരുപാട് നമ്മളെ ഉപദ്രവിച്ച ഒരു വ്യക്തിക്ക് നമ്മളെ സ്നേഹിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പം അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്നേഹം നടിച്ച് അടുത്തുകൂടി, ലക്ഷ്യം എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളുടെ വലയിൽ വീണു പോകാതെ നിങ്ങളുടെ സമാധാനം കളയാൻ വീണ്ടും ശ്രമിക്കുന്നവരോട് അവരെ തുടച്ചു മാറ്റുക, അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം നമ്മളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ സമാധാനം കളയാൻ ശ്രമിക്കുന്ന വ്യക്തികളെ, അല്ലെങ്കിൽ നമ്മളെ പിന്നിൽ നിന്ന് കുത്തുന്ന, നമ്മളുടെ കുറ്റം പറഞ്ഞ് നടക്കുന്ന, നമ്മളെ താഴ്ത്തി കെട്ടാൻ ശ്രമിക്കുന്ന വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനും സന്തോഷം കണ്ടെത്താനും സാധിക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വ്യക്തികളെ നമുക്കിനി ജീവിതത്തിൽ വേണ്ട. അവരുടെ ചിന്തകളും അവരുടെ വർത്തമാനങ്ങളും ഒന്നും നമുക്ക് കേൾക്കേണ്ട. അവരെ തുടച്ചു മാറ്റി നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ 7 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ സാധിക്കും, പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കും. നിങ്ങളുടെ ഓരോ ദിവസവും നമുക്ക് നല്ലൊരു കളർഫുൾ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല പോസിറ്റീവായിട്ട് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഓരോ ദിവസവും പോസിറ്റീവായി കഴിയുമ്പോൾ നമ്മൾക്ക് കൂടുതൽ നമ്മൾക്ക് നല്ല കാര്യങ്ങൾ ചിന്തിക്കാനും നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും ജീവിതം നല്ല കളർഫുൾ ആകട്ടെ, നല്ല പോസിറ്റീവായിട്ട് നല്ല ഹാപ്പി ആയിട്ട് എല്ലാവരും ഇരിക്കാൻ ശ്രമിക്കുക. ഈ 7 കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിരാശയോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ സങ്കടപ്പെട്ട് ജീവിക്കുന്ന, വിഷമിച്ചിരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്, എനിക്കറിയാം. ഇവർക്കൊക്കെ ഈ 7 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ എന്തായാലും ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ്. എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഇടാതിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും എൻ്റെ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത ദിവസം പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.